2-3 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു സിനിമയ്ക്ക് തരാൻ പറ്റുന്നതിനേക്കാൾ കിടിലൻ എക്സ്പീരിയൻസ് മിനിറ്റുകളുടെ ഡ്യൂറേഷനുള്ള ഷോർട്ട് ഫിലിംസിന് തരാൻ സാധിക്കും. അതിന് ഒരുപാട് എക്സാമ്പിൾസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. ആൻഡ് അങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു, ലോഗൻ ദ വോൾഫ്. വോൾവറിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ, മാർവലിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫാൻ ട്രിബ്യൂട്ട് പോലത്തെ ഒരു ഷോർട്ട് ഫിലിമാണിത്. ഒരു 11 മിനിറ്റേ ഉള്ളൂ ആ കൂടി. ഈ ഒരു 11 മിനിറ്റ് കൊണ്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വേൾഡ് ബിൽഡിങ്ങും അല്ലെങ്കിൽ ആ ഒരു മൊത്തം ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും അല്ലെങ്കിൽ ഒരു വൈക്കിംഗ് കാലഘട്ടത്തിലേക്ക് വോൾവറിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും, അത് നല്ല കിഡിലനായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് പറ്റി. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ ഫാൻ ട്രിബ്യൂട്ട് ഇത് നല്ല 100% നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരിക്കും നല്ല സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഈ ഷോർട്ട് ഫിലിം കാണുകയാണെങ്കിൽ നല്ല സൂപ്പർ ഫീൽ തന്നെയായിരിക്കും. എന്തിനാ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു, ഒരു തിയേറ്ററിലൊക്കെ ഇരുന്നത് കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ പൊളിയായിരിക്കും എന്നേ പറയാനുള്ളൂ. കാരണം അത്രയും നൈസായിട്ട് തന്നെ ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും അല്ലെങ്കിൽ അത്രയും റോ ആൻഡ് ബ്രൂട്ടൽ ആയിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രഫി അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു 11 മിനിറ്റിൽ എവിടെ പോലും ആ പറഞ്ഞ് തുടങ്ങി ഇങ്ങനെ ഒരു വെടിക്കെട്ടിന് തിരികൊളുത്തിയ പോലെ പടപടാന്നിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലായിട്ട് ഇതിന്റെ ഷോർട്ട് ഫിലിം അവൈലബിൾ ആണ്. ആൻഡ് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ളതും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത്. ആൻഡ് ഇതുപോലുള്ള പല ഷോർട്ട് ഫിലിംസും ഉണ്ട്, ഈവൻ ഫാൻ ട്രിബ്യൂട്ട്സ് ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നല്ല കിഡിലൻ കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഹൊറർ ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന സ്മൈൽ എന്ന് പറയുന്ന ഒരു മൂവിയുടെ കൺസെപ്റ്റ് ശരിക്കും ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ആൻഡ് അതിൽ നിന്നാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത ഒരു മൂവിയിലേക്ക് അവർ എത്തിയെന്നുള്ളത്. ആൻഡ് നമ്മളിപ്പോൾ കാണാത്തതും അല്ലെങ്കിൽ കേൾക്കാത്തതായിട്ടുള്ള പല ഷോർട്ട് ഫിലിംസും ആനിമേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബിൽ. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, ഒരു 3 മസ്റ്റ് വാച്ച് ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് കാണാത്തവർ എന്തായാലും കാണാം. എന്തായാലും ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഞാൻ എന്തായാലും ലിങ്ക് യൂട്യൂബ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണാം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ അവസാനം ഒരാളെ കൂടി കാണിച്ചിട്ടുണ്ട്. എൻ്റെ അത് മറക്കാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ആൻഡ് എന്താ പറയാ, ഇപ്പോൾ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സൂപ്പർ ഹീറോ ഫിലിംസിൽ അടുത്ത മാസം നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഇറങ്ങുന്നത്, ഡെഡ്പൂൾ 3 ഇറങ്ങുന്നത്. ആൻഡ് അതിന് മുന്നേ ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കൂടി കാണുമ്പോൾ അതിനുള്ള ഹൈപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവര് ഓൾറെഡി കോപ്പിറൈറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് എന്തായാലും അത് എല്ലാവരും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവസാനത്തെ ഒരാളെ കൂടി കാണിച്ചിട്ടുണ്ട്, ഇതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. മസ്റ്റ് ആയിട്ട് കാണാം. ആൻഡ് പോളി ഐറ്റം ആയിട്ടുണ്ട്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക, കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണാം.